നമ്മൾ ആ മലമുകളില് ക്ലാസ് മീറ്റിംഗ് വച്ചതിന്റെ തീം തന്നെ ട്രസ്റ്റ് ആൻഡ് പ്രൈവറ്റി എന്നാണ്. ഇനി നമ്മുടെ ക്ലാസ് ഒരുമിച്ചായിരിക്കുമല്ലോ അടുത്ത 3 വർഷക്കാലത്തോളം. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അതെല്ലാം ക്ലാസ് 8 ഒരുമിച്ചായിരിക്കും നേരിടാൻ പോകുന്നത്. പരസ്പര വിശ്വാസത്തോടെ തന്നെ എല്ലാം മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഫ്യൂച്ചറിൽ എന്ത് ചാലഞ്ച് വന്നാലും നിങ്ങൾ ഈ മീറ്റിങ്ങിനെ പറ്റി തീർച്ചയായും ആലോചിക്കണം. നമ്മൾ എന്തുമാത്രം റിസ്ക് എടുത്തു, എന്തെല്ലാം സ്വപ്നങ്ങൾ പങ്കുവച്ചു അല്ലെ, അത് മാത്രം മതി. ക്ലാസ് 8ലെ കുട്ടികളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഒരു പ്രോപ്പറായ മാനേജർ ഇല്ലാതെ ഒരു ഗ്രൂപ്പും ഒരിക്കലും നേരെ ചൊവ്വ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിന് 2 ഹെഡ് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇനി കൾച്ചർ ക്ലാസ് എടുക്കാൻ ഞാൻ മിസ് സൂക്കിയെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, ആദ്യം ഞാൻ ഈ വീക്കിലെ ടീച്ചിങ് പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഫാൻസി, എന്തു പറ്റി? ഇല്ല, എന്റെ അമ്മ ഇവിടെ ഉണ്ട്. നിനക്കത് ആവശ്യം. നീ ഒരു സമയത്ത് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. എന്റെ അമ്മ മാത്രമല്ല, നിന്റെ അമ്മയും ഇവരുടെ അമ്മയും അവരുടെ അമ്മയും നിന്റെ 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 എല്ലാവരുടെയും അമ്മയും വന്നിട്ടുണ്ട്. ഒരു കൂട്ടം പാരന്റ്സ് ഉണ്ട്. സത്യമാണോ പറയുന്നേ? ഡിസ്മിസ് ചെയ്യണം. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഇത്രയും ദേഷിച്ചിരിക്കുന്ന പേരൻസിനെ സ്കൂൾ മാനേജ്മെന്റ് എങ്ങനെ സമാധാനിപ്പിക്കുന്ന? അത് ഓൾറെഡി ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്തല്ലോ. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡ്യൂവിന് ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നോ? പ്രസിഡന്റ് ഡ്യൂ, ഡയറക്ടർ ഡ്യൂ, നമുക്ക് പോയെന്ന് നോക്കിയിട്ട് വന്നാലോ? വേണ്ട. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചേ. ഇപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞാൽ എന്താ നടക്കുക പറയാൻ പറ്റില്ല. ആ സ്കൂൾ ഗേറ്റിലോട്ട് നോക്ക്, എത്ര പേരാ വന്നിരിക്കുന്നത്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട ഇങ്ങോട്ട് വന്നേ. എക്സ്ക്യൂസ് മീ, ടീച്ചേഴ്സ് യാങ് ഇവിടെ ഉണ്ടോ? എന്താ കേസി പ്രശ്നം? എന്താ ഇത്? ഈ ലെറ്റർ ഓഫ് സോളിഡാരിറ്റി ഞങ്ങൾ സാറിന് വേണ്ടി എഴുതിയതാ. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് അറിയണം. ഞങ്ങൾ ക്ലാസ് 8ന് സാറിനെയാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ടീച്ചേഴ്സ് യാങ് ഇല്ലാതെ പറ്റില്ല. ടീച്ചേഴ്സ് യാങ്, ഈ എഴുതിയിരിക്കുന്ന വാക്കൊക്കെ സാറിൻ്റെ ഒരു ഫാൻ എന്ന നിലയിൽ എഴുതിയതാ. സാറിനെ കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സാർ എഴുതിയ പാട്ടുകളൊന്നും കള്ളായിരിക്കില്ല എന്ന്. ട്രീസ് ആൻഡ് ഗ്രാസ് ആർ ഓൾ ഇൻട്രസ്റ്റിംഗ്. സാർ എഴുതിയ പാട്ടാ. Invite the seasons to change pictures in the frame. Blooming want only on the ground. Over the years, over the years. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്. അതുകൊണ്ട് സാർ സിംഗർ ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും ഐ വിൽ ഓൾവേസ് ബിലീവ് ഇൻ യു, സപ്പോർട്ട് യു. ക്ലാസ് കയറ്, എല്ലാരും ക്ലാസ് കയറ്. എന്ത് നോക്കിയിരിക്കുക? എല്ലാരും ക്ലാസ് കയറ്. കേറ്, പറഞ്ഞ കേട്ടില്ലേ? എല്ലാരും ക്ലാസ്സിനകത്ത് കയറാൻ. കേറ്.